നമസ്കാരം. ഞാൻ CA ആന്റണി സൂക്കൻ. GST നോട്ടീസ് റിപ്ലൈ സ്ട്രക്ചർ നോട്ടീസ് റിപ്ലൈ സീരീസിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ സെഷൻ 3 ആയി ഒരു അഡ്വാൻസ് പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പാണ് നടത്തുന്നത്. ഈ സെഷന്റെ പ്രധാന ഫോക്കസ് തിയറി അല്ല, പ്രാക്ടിക്കൽ ഡ്രാഫ്റ്റിംഗ് അപ്രോച്ച് ആണ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GST നോട്ടീസ് വന്നാൽ റിപ്ലൈ എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം, റിയൽ കേസ് ഹാൻഡ്ലിംഗ് അപ്രോച്ച് എന്താണ്, പ്രൊഫഷണൽ രീതിയിൽ റിപ്ലൈ എങ്ങനെ തയ്യാറാക്കാം, കോമൺ മിസ്റ്റേക്സ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നിവയാണ്. ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് റിയൽ കേസ് ഹാൻഡിൽ ചെയ്യാൻ കോൺഫിഡൻസ് കിട്ടും എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് ഈ സെഷൻ ശ്രദ്ധയോടെ ഫോളോ ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് പ്രാക്ടിക്കൽ റിപ്ലൈ ഡ്രാഫ്റ്റിംഗ്, അതുപോലെ ഹാൻഡിൽ GST നോട്ടീസ് കോൺഫിഡൻ്റ്ലി, ലേൺ റിയൽ കേസ് അപ്രോച്ച്. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. നമുക്ക് വേരിയസ് ടൈപ്സ് ഓഫ് GST നോട്ടീസ് ഏതൊക്കെയാണ് GST നോട്ടീസ് എന്ന് നോക്കാം. 4 എക്സാമ്പിളുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ISMT 10 നോട്ടീസ്, അത് റിട്ടേൺ കമ്പാരിസൺ ആയി ബന്ധപ്പെട്ടുള്ള നോട്ടീസാണ്. അതായത് GSTR 1 3B മിസ്മാച്ച്, GSTR 2B, GSTR 3B മിസ്മാച്ച് അങ്ങനെ വരുമ്പോൾ ഇഷ്യൂ ചെയ്യുന്ന നോട്ടീസാണ് ISMT 10 നോട്ടീസ്. DRC 1 നോട്ടീസ്, അതൊരു ഡിമാൻഡ് നോട്ടീസാണ്. DRC 7 നോട്ടീസ്, അഡ്ജുഡിക്കേഷന് ശേഷം കൺഫേം ചെയ്യുന്ന ഡിമാൻഡ്, അതായത് ടാക്സ് എമൗണ്ട്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, അതിൻ്റെ ഒരു സമ്മറി നോട്ടീസാണ് DRC 7. പിന്നെ വരുന്നത് ഓഡിറ്റ് നോട്ടീസസ്. ഓഡിറ്റ് വന്നതിന് ശേഷം, അതായത് GST ഓഫീസേഴ്സ് ബുക്സ് ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം ഇഷ്യൂ ചെയ്യുന്ന നോട്ടീസാണ് ഓഡിറ്റ് നോട്ടീസ്. നമുക്ക് റിപ്ലൈ സ്ട്രക്ചർ നോക്കാം. റിപ്ലൈക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ നോട്ടീസിന്റെ റിപ്ലൈക്ക് അതിൽ വരുന്ന കണ്ടൻസ് ഇതൊക്കെയാണ്. 5 ഡിവിഷൻസ് ആയിട്ടാണ് റിപ്ലൈ സ്ട്രക്ചർ വരുന്നത്. അത് 5 പാർട്സ്. ഒന്നാമത്തത് റെഫറൻസ്. റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ലഭിച്ചിരിക്കുന്ന നോട്ടീസിന്റെ വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. നോട്ടീസ് നമ്പർ, നോട്ടീസ് ഡേറ്റ്, അതുപോലെ ഏത് സെക്ഷൻ പ്രകാരമാണ്, സെക്ഷൻ 73, 74 പ്രകാരമാണോ, ഏതാണ് പർട്ടിക്കുലർ സെക്ഷൻ എന്ന് നമ്മൾ വ്യക്തമായി പറയണം. അതാണ് റെഫറൻസ്. പിന്നെ വരുന്നത് ബാക്ക്ഗ്രൗണ്ട്. ഈ ഭാഗത്തിൽ കേസിന്റെ അടിസ്ഥാന വിവരങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ ബിസിനസിന്റെ ചെറിയ വിവരങ്ങൾ, ചെറിയ ഡിസ്ക്രിപ്ഷൻ, അതാണ് കൊടുക്കേണ്ടത്. എന്തിനാണ് നോട്ടീസ് ലഭിച്ചത് എന്ന് പറയണം. അതുപോലെ തന്നെ ഏത് പീരീഡിലാണ് നോട്ടീസ് വന്നിട്ടുള്ളത്. 25-26 ആണെങ്കിൽ ആ പീരീഡിന്റെ കാര്യം ഇതിൽ പറയണം. പിന്നെ എക്സ്പ്ലനേഷൻ, ഇതാണ് നോട്ടീസിന്റെ പ്രധാനപ്പെട്ട ഭാഗം. നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി തരണം. തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വ്യക്തമാക്കണം. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ, റൂൾസ്, ഏതൊക്കെ സെക്ഷൻ, ഏതൊക്കെ റൂൾസ് പ്രകാരമാണ് ഈ എക്സ്പ്ലനേഷൻ ഉള്ളത് എന്ന് ആ റൂളും അല്ലെങ്കിൽ സെക്ഷൻ അതൊക്കെ ഇതിൽ കാണിക്കണം എക്സ്പ്ലനേഷനിൽ. അതുപോലെ തന്നെ സർക്കുലർ റെഫറൻസ് നമ്പർ, അതുപോലെ കേസ് ലോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ എക്സ്പ്ലനേഷനിൽ പറയണം. പിന്നെയുള്ളത് ഡോക്യുമെന്റ്സ്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, അത് ഇതിൽ ലിസ്റ്റ് ചെയ്യണം. ഇൻവോയ്സുകൾ, റിട്ടേണുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ അഗ്രിമെന്റ്, കരാറുകളൊക്കെ, ഇതൊക്കെയാണ് ഡോക്യുമെന്റ്സിന്റെ എക്സാമ്പിൾ. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളത് എന്ന് പറയണം. പിന്നെയുള്ളത് കൺക്ലൂഷൻ, അതാണ് ലാസ്റ്റ് പാർട്ട്.
അവസാനമായി ഒരു റിക്വസ്റ്റ് കൊടുക്കണം. നോട്ടീസ് ഡ്രോപ്പ് ചെയ്യാൻ അപേക്ഷിക്കുക. അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുക. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നേച്ചർ ഓഫ് ബിസിനസ്. ഈ റിപ്ലൈയിൽ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ബിസിനസ്. ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്ത് ബിസിനസ്സാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, ഹോൾസെയിലർ ആണോ റീറ്റെയിലർ ആണോ അതോ സർവീസ് പ്രൊവൈഡർ ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയണം. അതുപോലെ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ്. B2B B2C സപ്ലൈ ആണോ അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ആണോ, അതല്ലെങ്കിൽ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആണോ. ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് വരുന്നത്. ഇപ്പോൾ ഓഫീസർക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അടുത്തത് വരുന്നത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്. എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ GSTIN, രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, അതുപോലെ അഡ്രസ്സ്. അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് മൂന്നും വരുമ്പോൾ നേച്ചർ ഓഫ് ബിസിനസ് എന്താണെന്ന് ഓഫീസർക്ക് വ്യക്തമായി അറിയാൻ പറ്റും. അതിനുശേഷം ബ്രീഫ് ഫാക്ട്സ് ഓഫ് ദ കേസ്. എന്താണ് ബ്രീഫ് ഫാക്ട്സ് ഓഫ് ദ കേസ് എന്ന് പറഞ്ഞുതരാം. നോട്ടീസ് എന്തിനെ പറ്റി ഉള്ളതാണെന്ന് ഒരു ബ്രീഫായിട്ട് പറയണം. എന്തിനെ പറ്റി GSTR 1 3B മിസ്മാച്ച്, അതാണ് നോട്ടീസിന്റെ കാരണം എന്ന് നമ്മൾ പറയണം. അതുപോലെ ഇഷ്യൂ ഇൻവോൾവ്. ഉദാഹരണം പറഞ്ഞാൽ മാർച്ച് മാസത്തെ GSTR 3Bയിൽ ടാക്സ് എമൗണ്ട് വന്നില്ല, അതിനുപകരം ഏപ്രിൽ മാസത്തിലാണ് ടാക്സ് അടച്ചിട്ടുള്ളത്. പക്ഷേ മാർച്ച് മാസത്തെ GSTR 1 എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ആണ് നമ്മൾ പറയേണ്ടത്. റെലവൻറ്റ് പീരീഡ്, ഏത് പീരീഡിലാണ് നോട്ടീസ് വന്നിട്ടുള്ളത് എന്ന് പറയണം. 25-26 ആണെങ്കിൽ അത് ഇവിടെ പറയണം. അതുപോലെ കംപ്ലയൻസ് ഹിസ്റ്ററി. എന്ന് പറഞ്ഞാൽ റെഗുലർ ഫയലിംഗ് ഓഫ്, നമ്മൾ പറയേണ്ട കാര്യം, നമ്മൾ GST റിട്ടേൺസ് ഫയൽ ചെയ്യാറുണ്ട്, GST കൃത്യമായി അടയ്ക്കാറുണ്ട്, ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായി ഫയൽ ചെയ്യാറുണ്ട്, ഇൻകം ടാക്സ് കൃത്യമായി അടയ്ക്കാറുണ്ട്. ഇതൊക്കെയാണ് പറയേണ്ടത്. പാസ്റ്റ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നും കൂടെ പറയണം. അതുകൊണ്ട് ഓഫീസർക്ക് നമ്മുടെ കേസ് ജെന്യുവിൻ ആണെന്ന് മനസ്സിലാവും. പിന്നെയുള്ളത് ഡിസ്ക്രീപ്പൻസി എക്സ്പ്ലനേഷൻ. അതിൽ പറയേണ്ട കാര്യം റീസൺ ഫോർ മിസ്മാച്ച്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട റീസൺ, ഏപ്രിൽ മാസത്തെ GSTR 1 എക്സാമ്പിൾ 10 lakhs GST നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ GSTR 3B എന്ന് പറയുന്നത് അടുത്ത മാസത്തെയാണ്. അല്ലെങ്കിൽ മാർച്ച് മാസത്തെ GSTR 1 10 lakhs GST നമ്മൾ GSTR 1 കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഏപ്രിൽ മാസത്തിലാണ് 3Bയിൽ കാണിച്ചിട്ടുള്ളത്. അതാണ് റീസൺ പറയേണ്ടത്. ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇതൊരു ടൈമിംഗ് ഡിഫറൻസ് ആണ്. മാർച്ച് മാസത്തെ GSTR 1 നമ്മൾ ഈ എമൗണ്ട് കാണിച്ചു, പക്ഷെ അടച്ചിട്ടുള്ളത് ഏപ്രിൽ മാസത്തിലാണ്. അതുകൊണ്ട് ഇതൊരു ടൈമിംഗ് ഡിഫറൻസ് മാത്രമാണ്. സപ്രഷനോ ടാക്സ് ഇവേഷനോ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുകൂടി പറയണം. പിന്നെ വരുന്നത് ഡാറ്റ സപ്പോർട്ട്. എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഇതിൽ കാണിക്കണം. റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് 1 3B മിസ്മാച്ച് ആണെങ്കിൽ GSTR 1 ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ GSTR 3B ടാക്സ് എമൗണ്ടും കാണിക്കണം. അത് എങ്ങനെയാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്, ഇപ്പോൾ ആ ഒരു റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെയുള്ളത് ഇൻവോയ്സസ്. ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻവോയ്സസ് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതും കൂടി മെൻഷൻ ചെയ്യണം. പിന്നെ റിട്ടേൺ കമ്പാരിസൺ GSTR 1 GSTR 3B, ആ പർട്ടിക്കുലർ പീരീഡിലെ GSTR 1 ഉം 3B നമ്മൾ അറ്റാച്ച് ചെയ്യണം. അതുകൂടി
ഇവിടെ ഡാറ്റ സപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. ഒരു സാമ്പിൾ കേസ് ഞാൻ പറയുകയാണ്. ഞാനൊരു സാമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട് നോട്ടീസ് റിപ്ലൈയുടെ. അത് ഈ സെഷന് ശേഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. എല്ലാവരുടെയും വാട്സപ്പിലാണ് അയക്കുന്നത്. സാമ്പിൾ കേസ് GSTR1 വേഴ്സസ് GSTR3B മിസ്മാച്ച്. ഇതിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞുതരാം. മാർച്ച് 2026 10 ലക്ഷം രൂപ ആണ് ടാക്സ്. 10 ലക്ഷം രൂപയുടെ GST അമൗണ്ടിനുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. GSTR1ലും മാർച്ച് 2026 GSTR1ൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അടച്ചിട്ടുള്ളത് ഏപ്രിൽ 2026 ഏപ്രിൽ 2026 10 ലക്ഷം രൂപ GSTR3Bയിൽ കാണിച്ച് അടച്ചു. ഇവിടെ മാർച്ച് 2026 GSTR3Bയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അതായത് GSTR1ൽ 10 lakhs GST ഉണ്ട്, 3Bയിൽ ആ എമൗണ്ട് വന്നിട്ടില്ല. അതാണ് മിസ്മാച്ചിന്റെ കാരണം. ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യേണ്ടത് സെയിൽസ് രജിസ്റ്റർ, ഇൻവോയ്സസ്, GST റിട്ടേൺസ്, പിന്നെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ രണ്ട് ഡിഫറൻസും കാണിച്ചിട്ടുള്ള ഒരു റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ അറ്റാച്ച് ചെയ്യണം. റിപ്ലൈക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. റിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പ്രോപ്പർ അഡ്രസ്സിങ്. ഏത് ഓഫീസർക്കാണ് അഡ്രസ് ചെയ്യുന്നതെന്ന് നമ്മൾ വ്യക്തമായി പറയണം. പ്രോപ്പർ അഡ്രസ്സിങ്. റിപ്ലൈ തുടങ്ങുന്നത് ബന്ധപ്പെട്ട ഓഫീസറിനെ ശരിയായ രീതിയിൽ അഡ്രസ് ചെയ്യണം. ഓഫീസറുടെ ഡിസിഗ്നേഷൻ, അയാൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറാണോ അസിസ്റ്റന്റ് കമ്മീഷണറാണോ എന്ന് നമ്മൾ അഡ്രസ് കാണിക്കണം. അതുപോലെ ഓഫീസ് അഡ്രസ്സ് അതുകൂടെ ഇതിൽ കാണിക്കണം. ഇത് ഒരു പ്രൊഫഷണൽ ഇംപ്രഷൻ നൽകുന്ന ആദ്യത്തെ ഘട്ടമാണ്. പിന്നെ വരുന്നത് ക്ലിയർ എക്സ്പ്ലനേഷൻ. നോട്ടീസിലെ ഓരോ പോയിന്റ്സിനും ക്ലിയർ ആയിട്ട് മറുപടി കൊടുക്കണം. ഓരോ പോയിന്റ്സിനും ഓരോ പാരഗ്രാഫ് ആയിട്ട് മറുപടി കൊടുത്താൽ നന്നായിരിക്കും. അൺനെസറി ആയിട്ടുള്ള വിവരങ്ങൾ ഒഴിവാക്കുക. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പാരഗ്രാഫ്സ് അല്ലെങ്കിൽ പോയിന്റ്സ് എഴുതുക. അതുപോലെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് കറക്റ്റ് ആയിരിക്കണം. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സപ്പോർട്ട് കൊടുക്കുക. സെക്ഷൻസ് റൂൾസ് ഒക്കെ മെൻഷൻ ചെയ്യുക. കേസ് ലോസ് മെൻഷൻ ചെയ്യുക. സർക്കുലർ റെഫറൻസ് നമ്പർ, നോട്ടിഫിക്കേഷൻ നമ്പർ ഇതെല്ലാം മെൻഷൻ ചെയ്യണം. പിന്നെ വരുന്ന കാര്യം ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യണം. നിങ്ങളുടെ എക്സ്പ്ലനേഷന് സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ ഇൻവോയ്സ് കോപ്പീസ്, GST റിട്ടേൺസ്, GSTR1, GSTR3B, GSTR2B ഈ റിട്ടേൺസ് ഒക്കെ അറ്റാച്ച് ചെയ്യണം. റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അറ്റാച്ച് ചെയ്യണം. അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സും അറ്റാച്ച് ചെയ്യണം. പിന്നെ ക്ലോഷറിനുള്ള റിക്വസ്റ്റ്, അത് പോളൈറ്റായിട്ട് വേണം റിക്വസ്റ്റ് ചെയ്യാനായിട്ട്. പ്രൊസീഡിങ്സ് ഡ്രോപ്പ് ചെയ്യാൻ അപേക്ഷിക്കുക, അല്ലെങ്കിൽ ഇഷ്യൂ കൺസിഡർ ചെയ്ത് ഈ പ്രൊസീഡിങ്സ് ക്ലോസ് ചെയ്യാൻ അപേക്ഷിക്കുക. ചില മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണം. പ്രൊഫഷണൽ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇമോഷണൽ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പാടില്ല. ഓഫീസറെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ വേണം ലാംഗ്വേജ് ഉപയോഗിക്കാൻ വേണ്ടി. റൂഡായിട്ടുള്ള രീതിയിൽ നോട്ടീസിന് റിപ്ലൈ കൊടുക്കാൻ പാടില്ല. ഡോക്യുമെന്റ്സ് എന്തായാലും വേണം. ഇതിനൊക്കെ ഇഷ്യൂ നമ്മുടെ എക്സ്പ്ലനേഷനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സും അറ്റാച്ച് ചെയ്യണം. നോ ഡോക്യുമെന്റ്സ് അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല. എക്സ്പ്ലനേഷൻ ഷോർട്ട് ആൻഡ് ക്ലിയർ ആയിരിക്കണം. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഇല്ലാതെ ഒരു ക്ലെയിമും പറയാൻ പാടില്ല, ഒരു കാര്യവും പറയാൻ പാടില്ല. അതുപോലെ
നോട്ടീസിന് റിപ്ലൈ കൊടുക്കുമ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. ഓഫീസറെ പ്രൊഫഷണലായി അല്ലെങ്കിൽ പൊളൈറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യണം. എല്ലാ റിപ്ലൈയും കൃത്യമായി പോയിന്റ് ബൈ പോയിന്റായി അൺനെസറി എക്സ്പ്ലനേഷൻസ് ഒഴിവാക്കി വേണം കൊടുക്കാനായിട്ട്. ഓരോ ഓഫീസർ ഇഷ്യൂസ് പറഞ്ഞിട്ടുള്ള ഓരോ ഇഷ്യൂസിനും റിപ്ലൈ പാരഗ്രാഫായിട്ട് കൊടുത്താൽ വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന എല്ലാ റിപ്ലൈക്കും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, സപ്പോർട്ട് വിത്ത് ഡാറ്റ ആവശ്യമുണ്ട്. ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്ത് റിപ്ലൈ കൊടുക്കേണ്ടതാണ്. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നോട്ടീസ് റിപ്ലൈ ഡ്രാഫ്റ്റിങ്ങിന്റെ പ്രോപ്പർ സ്ട്രക്ചർ, അതുപോലെ പ്രാക്ടിക്കൽ കേസ് ഹാൻഡ്ലിംഗ് അപ്രോച്ച്, ഡാറ്റ സപ്പോർട്ട് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ കോമൺ മിസ്റ്റേക്സ് വന്നാൽ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ്. ഈ പോയിന്റ്സ് ഫോളോ ചെയ്താൽ GST നോട്ടീസ് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഈസി ആയിരിക്കും. ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ സെഷൻ 4ൽ ലൈവ് കേസ് സ്റ്റഡി ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ ഒരു അഡ്വാൻസ് സെഷൻ നടത്താൻ പദ്ധതിയുണ്ട്, സെഷൻ 4. ഈ സെഷൻ അറ്റൻഡ് ചെയ്തതിനായി എല്ലാവർക്കും നന്ദി. GST നോട്ടീസ് റിപ്ലൈ ഡ്രാഫ്റ്റിംഗ് അതിലെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.